അടുത്ത നമ്മൾ പോകുന്നത് എമർജിംഗ് ബിസിനസ്മെൻ മിഡിൽ ഈസ്റ്റ് പുരസ്കാരം അതിലേക്കാണ്. മിസ്റ്റർ നിഷിൻ തസ്ലിം, ചെയർമാൻ നിഷ്ക മൊമെന്റസ് ജ്വല്ലറി ആൻഡ് മൊറിക്കാപ്പ് റിസോർട്ട്സ് UAE. അസാധാരണമായ സംരംഭകത്വ യാത്രയിലെ നായകൻ ശ്രീ നിഷിൻ തസ്ലിം വയനാടൻ മണ്ണിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, ജ്വല്ലറി എന്നിങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ സവിശേഷമായ ബിസിനസ് മാതൃക സൃഷ്ടിക്കുകയാണ് നിഷിൻ. സ്വപ്നതുല്യമായ വളർച്ചയിലേക്ക് പ്രയാണം നടത്തുന്ന ശ്രീ നിഷിൻ തസ്ലിമാണ് മീഡിയ വൺ എമർജിംഗ് ബിസിനസ് മാൻ ഓഫ് മിഡിൽ ഈസ്റ്റ് പുരസ്കാരത്തിന് ഇത്തവണ അർഹനാകുന്നത്. നിഷിൻ തസ്ലിം, യങ് എന്റർപ്രണർ, മോറിക്കാപ്പ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി ഉടമ. വയനാട് പിണങ്കോട് എന്ന ഗ്രാമത്തിൽ CK മജീദിന്റെയും അസ്മയുടെയും മകനായ നിഷിന്റെ സംരംഭകത്വ ജേണി അസാധാരണമാണ്. നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡായി അറിയപ്പെടുന്ന മോറിക്കാപ്പ് റിസോർട്ട് എന്ന തന്റെ ആദ്യ സ്വപ്നം നിഷിൻ സാക്ഷാത്കരിക്കുന്നത്. തുടർന്ന് ലോകത്തിലെ തന്നെ ആദ്യ ക്രിക്കറ്റ് ടീം റിസോർട്ടും കേരളത്തിലെ ആദ്യ വിന്തം ട്രേഡ്മാർക്ക് കളക്ഷൻ റിസോർട്ടുമായ ലോഡ്സ് 83യിലൂടെ തന്റെ ജന്മനാടായ വയനാടിനെയും കേരളത്തെയും ലോകത്തിന് നെറുകയിലേക്ക് ഉയർത്തി. നിലവിൽ 500ഓളം നിക്ഷേപകരെ ഏകോപിപ്പിച്ചുകൊണ്ട് കോടികളുടെ ബിസിനസ് പദ്ധതികൾക്കാണ് നിഷിൻ നേതൃത്വം നൽകുന്നത്. റിയൽ എസ്റ്റേറ്റും ഹോസ്പിറ്റാലിറ്റിയും സംയോജിപ്പിച്ച് സവിശേഷവും വിജയകരവുമായ ഒരു ബിസിനസ് മാതൃക സൃഷ്ടിക്കാൻ നിഷിനിലെ വിഷണറിക്ക് സാധിച്ചു. നാട്ടിൽ ക്രിക്കറ്റ് ടൂറിസം വിപുലപ്പെടുത്തുന്നതിന് പുറമെ വിവിധ രാജ്യങ്ങളിലായി 100-ലധികം ജ്വല്ലറി ഷോറൂമുകൾ ഒരുക്കുവാനുള്ള പ്രയാണത്തിലാണ് നിഷിൻ. ട്രാവൽ ആൻഡ് ടൂറിസം, എനർജി, IT, കൺസൾട്ടൻസി തുടങ്ങിയ വിവിധ മേഖലകളിൽ മികവുറ്റ ഓൺട്രപ്രണേഴ്സിനെയാണ് മീഡിയ വൺ ആദരിക്കുന്നത്. ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സ് അടങ്ങിയ ജൂറിയാണ് ഈ അവാർഡിന് അർഹരായ ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മീഡിയ വൺ ഹാല ജിദ്ദ ഇവൻ്റ് എന്നുള്ളത് 10,000-കണക്കിന് പ്രേക്ഷകർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ വെച്ച് ബിസിനസ്സിൽ മികവുറ്റ ഓൺട്രപ്രണേഴ്സിനെ ആദരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ സംഗതിയാണ്. ഈ ഓൺട്രപ്രണേഴ്സ് അവർ ബിസിനസ് ചെയ്യുന്ന രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റായി കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളാണ്. ഇവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സന്ദർഭത്തിൽ അവാർഡിന് അർഹരായ എല്ലാ ഓൺട്രപ്രണേഴ്സിനെയും ഞാൻ ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു ശ്രീ റോഷൻ കക്കാട്, CEO മീഡിയ വൺ. അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് മീഡിയ വണ്ണിന്റെ എഡിറ്റർ ശ്രീ പ്രമോദ് രാമനാണ്. എഡിറ്റർ, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ബിസിനസ് രംഗത്തെ പ്രതിഭാശാലികളായ മനുഷ്യരെ കണ്ടെത്തുക, അവരെ രേഖപ്പെടുത്തുക എന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് എന്നാണ് വിചാരിക്കുന്നത്? മീഡിയ വൺ ബിസിനസ് അവാർഡുകളുടെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ പേർ പ്രവാസി ലോകത്തു നിന്നാണ് എന്നതാണ്. അവിടെ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നുമുണ്ട്. എങ്കിലും പ്രവാസി ലോകത്ത് നിന്നുള്ള വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും വലിയ പ്രാതിനിധ്യം സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് അവർ നൽകുന്ന പിന്തുണയാണ്, അതിൽ അവർ വഹിക്കുന്ന പങ്കാളിത്തമാണ്. എല്ലാ അവാർഡ് ജേതാക്കൾക്കും അഭിനന്ദനം.